ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ബാംഗ്ലൂർ റോഡിലാണ്. അപ്പം ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡിലെ രണ്ട് സൈഡിലും വാഗമരങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം ഈ വാഗമരം പൂത്തു വരുന്ന സമയത്തുണ്ടല്ലോ, ഈ റോഡിലെല്ലാം നിറച്ച് മഞ്ഞ പരവതാനി വിരിച്ചതുപോലെ ഇതിങ്ങനെ പൊഴിഞ്ഞ് കിടക്കും. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുള്ളവരോ ബാംഗ്ലൂരിൽ താമസിച്ചിട്ടുള്ള ആളുകളോ ഒക്കെ ആയിട്ട് ബാംഗ്ലൂരിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കണ്ടപ്പം ഒരു ബാംഗ്ലൂർ റോഡെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇപ്പം ഇത് ശരിക്കും ഒരു ബാംഗ്ലൂർ റോഡായി. ബാംഗ്ലൂർ റോഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു താരമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായി ജില്ലയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് ആളുകൾ മിക്ക സമയത്ത് ഇവിടെ എത്താറുണ്ട്. നമ്മൾ ഈ ഉച്ച സമയത്ത് എത്തിയിട്ട് പോലും ഇതിൻ്റെ ഇവിടെ നിറച്ച ആളുകളാണ്. അപ്പം അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരങ്ങളും എല്ലാം ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതേ കണ്ടോ, ഐ ലവ് ബാംഗ്ലൂർ റോഡെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ സീറ്റ് കിട്ടാനായിട്ട് നമ്മളതിൻ്റെ ഏകദേശം 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇവിടെ എപ്പോഴും ആളാട്ടോ. ആളുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ആയിരിക്കും ആദ്യമേ ഇവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ആളുകൾ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. കാരണം അവർക്ക് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു പ്ലേസ് അല്ലേ. ഇതേ കണ്ടോ, ഇപ്പോൾ ഉച്ച സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചേട്ടനെയും ചേച്ചിയും പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സുബു. ചേച്ചിയുടെ സുജാത. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരാണോ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. എന്താ ഇവിടെ അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം? പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ. അതെ, എപ്പോഴും നല്ല കാറ്റുണ്ട്. അപ്പം നമ്മുടെ മനസ്സിനൊരു കുളിർമയാവും. അതെ. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂർ റോഡ് സംരക്ഷണ സമിതിയുണ്ട്. ഇതുപോലെ ഒരുപാട് ഇരിപ്പിടങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ റോഡിൻ്റെ 2 സൈഡിലും പച്ച പരവതാനി വിരിച്ചതുപോലെ പാടങ്ങളാണ്. ഒരുപാട് മരങ്ങൾ ആ പാടത്തിൻ്റെ സൈഡിലും അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. തീക്ഷ്ണമായ ചൂടുള്ള ഈ സമയത്ത് പോലും ആ ചൂടിൻ്റെ തീക്ഷ്ണത നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം എപ്പോഴും ഇവിടെ നല്ല കാറ്റാണ്. സാധാരണ വൈകുന്നേരങ്ങളിലും രാവിലെയുമാണ് ഇവിടെ തിരക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. അപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലും റിലാക്സേഷന് വേണ്ടി ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഐറ്റമോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെയും അങ്ങനെ ഒരു കടയുണ്ട്. നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, എന്തോ ഇവിടെ ആളുകളുടെയൊക്കെ ഭയങ്കര പ്രവാഹമാണോ? അതെ അതെ, നല്ലതായിട്ട് വരുന്നുണ്ട്. ഉണ്ട്. ഏത് സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് കൂടുതൽ സമയത്ത് വരുന്നത്? വൈകുന്നേരം ഒരു 8-8:30 വരെ ആളുണ്ട്. നല്ല നല്ലതായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വെട്ടമുണ്ടോ? നല്ല ഇപ്പം പുതിയ ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ രാത്രി വേറൊരു ഭംഗിയായി. അപ്പൊ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി പ്ലാസ്റ്റിക് ഒക്കെ ഇടാൻ ഇവിടെ പ്രത്യേകിച്ച് ബോക്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഇങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ വരുന്നവരും കൂടെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് അവിടെ കളയില്ലെങ്കിൽ അവിടെ ഇടണം, ഇവിടെ ഇടാമെങ്കിൽ ആ വേസ്റ്റ് പാത്രത്തിൽ ഇടണം. നാരങ്ങ വെള്ളമുണ്ട്, പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ ചായ വേണമെങ്കിൽ ചായക്കടയും വടയും അങ്ങനെയുള്ള കടയുണ്ട്. ബാംഗ്ലൂർ റോഡിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പഞ്ചായത്തിലെ നേർവിളാകം എന്ന് പറയുന്ന സ്ഥലമാണിത്. കുഞ്ഞാൽ കണ്ടപ്പോൾ ഇങ്ങനെ ആടാതെ പോകുന്നത് ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ആടിയിട്ട് പോകാം. പഴയ ഒരു ഓർമ്മ. തെറിച്ച് കണ്ടെത്തി പോയാൽ അറിയത്തില്ലൊരു പേടിയുണ്ട്. കണ്ടോ, പുറകിൽ നല്ല കണ്ടോ. അതുപോലെ ഇപ്പോൾ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഓരോ പ്രകൃതി ഭംഗിയാണ്. ഇപ്പോൾ ഈ നല്ല ചൂട് സമയത്ത് വന്നിട്ട് ഇവിടെ കണ്ടോ എല്ലാം കൊയ്ത് നിൽക്കുന്ന സമയമാണെങ്കിലും കണ്ടോ നമുക്ക് എന്ത് രസമുണ്ട്. കിളികളും പ്രാവുകളും ഒക്കെ പറക്കുന്നുണ്ട്. അവിടെ പ്രാവല്ല കൊക്കും ഒക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നല്ല കണ്ടത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അതുപോലെ ഇത് പാടമൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന സമയത്ത്, നെല്ല് വിളഞ്ഞ് നിൽക്കുന്ന സമയത്ത് വരുമ്പോൾ വേറൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഏത് സമയത്തും നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊരു നല്ല സ്ഥലം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ മനോഹരമായ ബാംഗ്ലൂർ റോഡ് കണ്ടു, പരിചയപ്പെട്ടു. നമ്മളിൽ പലർക്കും നേരത്തെ ഇതറിയാവുന്നതാണ്. എന്നാൽ ഓരോ ദിവസം കൂടുന്തോറും ഇവിടെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണം. അത്ര നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.